I find so hard to humble myself, and every time it is taking for me to fall in some sense to come to a humble state. God is showing me when I am having proud thoughts and I am not able to overcome them. എന്നെ തന്നെ താഴ്ത്താൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എളിമയുള്ള ഒരു അവസ്ഥയിലേക്ക് വരാൻ എല്ലായ്പ്പോഴും ചില പാപങ്ങളിൽ വീഴുന്നു. എനിക്ക് നിഗളത്തിന്റെ ചിന്തകൾ ഉണ്ടാകുമ്പോൾ ദൈവം എന്നെ കാണിക്കുന്നു, പക്ഷേ എനിക്ക് അവയെ ജയിക്കാൻ കഴിയുന്നില്ല. The more you meditate on God's greatness and what a loving Father He is, it will lead you to humility. കർത്താവിന്റെ നന്മയെയും എത്ര സ്നേഹമുള്ള സ്വർഗീയ പിതാവാണ് താൻ എന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾ അധികമായിട്ട് ധ്യാനിക്കുമ്പോൾ അത് നിങ്ങളെ കൂടുതൽ താഴ്മയിലേക്ക് നയിക്കും. God created all these planets, the entire universe. On that, He created a small object called Earth, and on that, I am one small speck. കർത്താവ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു. അതിന്റെ ശേഷം ഈ ഭൂമി എന്ന ഒരു ചെറിയ ഗ്രഹത്തെയും അതിന്റെ ഉള്ളിൽ ഒരു വളരെ ചെറിയ പൊടി പോലെയുള്ള എന്നെയും കർത്താവ് സൃഷ്ടിച്ചു. And yet He calls that once, He looks at that one speck and He says, "You are my son, you are my daughter." ആ പൊടിയെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, നീ എന്റെ മകനാണ്, നീ എന്റെ മകളാണ്. Jesus was the humblest man on this earth. യേശുവായിരുന്നു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും താഴ്മയുള്ള വ്യക്തി. And He had no sin. കർത്താവിൽ പാപമുണ്ടായിരുന്നില്ല. So you don't need to even think of your sins to find humility before God. നിങ്ങൾക്ക് ദൈവത്തിന്റെ മുമ്പിൽ താഴ്മയുള്ളവരായിരിക്കേണ്ടതിന്, താഴ്മ കണ്ടെത്തേണ്ടതിന് നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. Jesus says, "Come to me." In that same verse we read in Matthew chapter 11, it says, "Come and learn humility and gentleness from me." നമ്മൾ വായിച്ച മത്തായി 11 വായിച്ച വാക്യത്തിൽ വന്ന് എന്നിൽ നിന്നും താഴ്മയും സൗമ്യതയും പഠിക്കുക എന്നാണ്. But even still, God has forgiven us so much of a debt because of our sin. എന്നാൽ അങ്ങനെ ആയിരിക്കുമ്പോഴും കർത്താവ് നമ്മുടെ പാപനിമിത്തം വളരെ വലിയൊരു കടം നമ്മോട് ക്ഷമിച്ചിരിക്കുന്നു. And if we can't find humility by just meditating on God's greatness, we can at least we should look at how much God has forgiven us, and that should draw us to a humble state before Him. കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ച് നമുക്ക് താഴ്മയിലേക്ക് വരുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെ എത്രമാത്രം കർത്താവ് നമ്മോട് ക്ഷമിച്ചിരിക്കുന്നു എന്നതിനെ കുറിച്ച് ധ്യാനിച്ചെങ്കിലും നമുക്ക് താഴ്മയിലേക്ക് വരാം. We look at this verse in 2 Peter 1. 2 പത്രോസ് 1-ാം അധ്യായത്തിലുള്ള ഈ വാക്യം നമുക്ക് നോക്കാം. We can read from verse 7. In your godliness, brotherly kindness, in your brotherly kindness, love. 7-ാം വാക്യം മുതൽ വായിക്കുക. സ്ഥിരതയോട് ഭക്തിയും ഭക്തിയോട് സഹോദരപ്രീതിയും. For if these qualities are yours and are increasing, they render you neither useless nor unfruitful in the true knowledge of our Lord Jesus Christ. സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഇത് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. For he who lacks these qualities is blind or short-sighted, having forgotten his purification from his former sins. അവ ഇല്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനുമാകും തന്നെ. So you can see, if I'm unable to be, because of my pride, if I'm unable to be kind to my brother, I'm unable to love my brother, and I'm unable to be patient with my brother or sister, it is because I have forgotten how much God has forgiven me. ഞാൻ എൻ്റെ നിഗളം മൂലം എൻ്റെ സഹോദരനോട് കരുണ തോന്നാത്തവനായിട്ട്, ഞാൻ കോപിക്കുന്നവനായിട്ടൊക്കെ ആണെങ്കിൽ അത് കാണിക്കുന്നത് കർത്താവ് എന്നോട് എത്രത്തോളം ക്ഷമിച്ചു എന്ന കാര്യം ഞാൻ മറന്നുപോയിരിക്കുന്നു എന്നതാണ്. If I keep my eyes on the Lord and not on other people, then
I will always remember all that He has done for me. ഞാൻ എൻ്റെ കണ്ണുകളെ കർത്താവിലേക്ക് നോക്കുകയാണെങ്കിൽ എപ്പോഴും മറ്റുള്ളവരിലല്ല കർത്താവിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും താഴ്മയിൽ കർത്താവ് നമ്മൾ ക്ഷമിച്ച കാര്യം ഓർത്തിരിക്കും. And everything that I achieve on this earth is only with the strength that He has given me. Sorry, brother. Everything that I am able to do on this earth is only because of the strength He has given me. ഞാൻ ഈ ഭൂമിയിൽ ഞാൻ നേടിയെടുക്കുന്ന കാര്യങ്ങൾ എല്ലാം അത് കർത്താവ് എനിക്ക് തരുന്ന ശക്തി കൊണ്ടാണെന്ന് ഞാൻ തിരിച്ചറിയും. And if I keep that mindset at all times, then I will remain in humility. ആ ഒരു മനോഭാവം എപ്പോഴും ഞാൻ സൂക്ഷിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും താഴ്മയിൽ നിലനിൽക്കും.